യുടെ വരവ്, മണിക്കൂറുകൾ നീളുന്ന പരിശോധന, ഇതൊക്കെയും ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് സംസാരിച്ചതുപോലെ അതും ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമായി തന്നെ വിലയിരുത്തണമോ മിനിസ്റ്ററെ? നിശ്ചയമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും BJP ഇതര സംസ്ഥാനങ്ങളിൽ രംഗപ്രവേശം ചെയ്യുന്നൊരു കൂട്ടരാണ് EDയുടെ മുൻ നീക്കം നമ്മൾ കേരളത്തിൽ കണ്ടു. സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് നമ്മൾ കണ്ടതല്ലേ, ഖുറാനിൽ സ്വർണം കൊണ്ടുവന്നും ചെമ്പ് കൊണ്ടുവന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു വിവാദങ്ങളുണ്ടാക്കി നാടകങ്ങൾ കളിച്ച EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടറെ ഇപ്പോൾ പുറത്താക്കിയില്ലേ? അയാൾ രാധാകൃഷ്ണൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം ഇപ്പോൾ വെളിയിൽ വന്നില്ലേ? വലിയ രൂപത്തിലുള്ള കറപ്ഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാനും വേണ്ടി EDയെ ഒരു ടൂളാക്കി മാറ്റുക എന്ന രൂപത്തിലേക്കാണ് സെൻട്രൽ ഗവൺമെൻറ് ആ രംഗത്ത് ഇടപെട്ടതെന്ന് നമ്മൾ അന്ന് കണ്ടു, ബംഗാളിൽ കണ്ടു, പല മേഖലയിൽ കണ്ടു. എന്ന് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വരുന്നു, ആ ഘട്ടത്തിലേക്ക് വന്നു. വന്നിട്ടും വിവേചനാപരമായിട്ടല്ലേ അവരുടെ അന്വേഷണങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടല്ലോ. അവർ പല കേന്ദ്രങ്ങളിൽ പോയി റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇത്തരത്തിൽ ചില പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണല്ലോ ചെയ്തത്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായ ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ SIT അന്വേഷിക്കുന്ന നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ ജനങ്ങൾ പൊതുവെ അംഗീകരിച്ചു, ഏറ്റവും സത്യസന്ധമായി നീതിപൂർവമായി നടക്കുന്നു. ആ രൂപത്തിലാണെങ്കിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പക്ഷപാതപരമായും രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയും പകപോക്കൽ രാഷ്ട്രീയത്തിന് വേണ്ടിയും ഒരു ടൂളായി EDയെ ഉപയോഗിക്കുന്ന ശൈലിയോട് നമുക്ക് യോജിപ്പില്ല.